Welcome to Surface Chemistry. Section 3 Colloids. ഈ ടോപ്പിക്കിലെ നാലാമത്തെ ക്ലാസ്സാണ്. Question number 41. Write a note on preparation of colloids. കൊളോയിഡുകളെ എങ്ങനെയെല്ലാം പ്രിപ്പയർ ചെയ്യാം, തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ചോദ്യം. കൊളോയിഡ്സ് നിർമ്മിക്കാൻ പല മാർഗങ്ങൾ ഉണ്ട്. ഒന്ന്, കെമിക്കൽ മെത്തേഡ്സ്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് മുഖേന കൊളോയിഡ്സിനെ നമുക്ക് നിർമ്മിക്കാം. കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് ഡബിൾ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ or hydrolysis give molecules. These molecules aggregate to form salts. നോക്കൂ, എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് മുഖേന കൊളോയിഡ്സ് ഉണ്ടാക്കുന്നത്. ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷനാണ്. അതുപോലെ തന്നെയാണ് റിഡക്ഷൻ, ഹൈഡ്രോളിസിസ് തുടങ്ങിയവ. ഈ കെമിക്കൽ റിയാക്ഷൻസ് നടത്തുമ്പോൾ നമുക്ക് മോളിക്യൂൾസ് കിട്ടും. ഈ മോളിക്യൂൾസ് കൂടിച്ചേർന്നാണ്, അഗ്രിഗേറ്റ് ചെയ്താണ് കൊളോയിഡ്സ് നമുക്ക് കിട്ടുന്നത്. ഇത് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് ആയിരിക്കും. 1 നാനോമീറ്ററിൽ താഴെ വലുപ്പമുള്ള മോളിക്യൂൾസ് കൂടിച്ചേർന്നാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാവുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് നടത്തുമ്പോൾ മോളിക്യൂൾസ് കിട്ടുകയും ആ മോളിക്യൂൾസ് കൂടിച്ചേർന്ന് കൊളോയിഡ്സ് ആയി മാറുകയും ചെയ്യും. ഏതൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്? ഡബിൾ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, മറ്റൊരെണ്ണം ഏതാണ്? ഹൈഡ്രോളിസിസ്. Chemical reactions like double decomposition, oxidation, reduction or hydrolysis give molecules. These molecules aggregate to form salts. Salts എന്ന് പറഞ്ഞാൽ കൊളോയിഡ്സ്. ഇനി ഓരോ എക്സാമ്പിൾ കാണാം. ആദ്യം ഡബിൾ ഡീകമ്പോസിഷനാണ് നോക്കുന്നത്. ഈ ഇക്വേഷൻ കഴിയുമെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കണം. ഡബിൾ ഡീകമ്പോസിഷന് ഒരു എക്സാമ്പിൾ ആണത്. ആഴ്സീനിയസ് ഓക്സൈഡ് As2O3. ഇത് വായിക്കേണ്ടത് ആഴ്സീനിയസ് ഓക്സൈഡ്. ഇത് ഹൈഡ്രജൻ സൾഫൈഡാണ്, H2S. ഇനി സംഭവിക്കുന്ന കാര്യം നോക്കൂ. ഓക്സിജൻ ഹൈഡ്രജന്റെ കൂടെ പോയി വാട്ടർ ആയിട്ട് മാറി. ഓക്കെ, ഇവിടെയുള്ള സൾഫറോ ആഴ്സനിക്കിന്റെ കൂടെ പോയി. കിട്ടുന്ന പ്രൊഡക്റ്റ് നോക്കൂ, As2S3. ഇതാണ് നമ്മുടെ കൊളോയിഡ്. As2S3 എന്ന് പറയുന്നതാണ് കൊളോയിഡ് ആയിട്ട് മാറുന്നത്. ബൈ പ്രൊഡക്റ്റ് വാട്ടറാണ്, പ്ലസ് 3H2. ഇത് ഡബിൾ ഡീകമ്പോസിഷനാണ്. ഈ കോമ്പൗണ്ടും ഡീകമ്പോസ് ചെയ്തു, അല്ലെ? H2S എന്ന് പറയുന്ന കോമ്പൗണ്ടും ഡീകമ്പോസ് ചെയ്തു. ഡബിൾ ഡീകമ്പോസിഷൻ നടന്നു. അപ്പോൾ ഡബിൾ ഡീകമ്പോസിഷൻ നടന്നാൽ കൊളോയിഡ്സ് ഉണ്ടാകും. ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ നോക്കൂ. ഓക്സിഡേഷൻ ഹൈഡ്രജൻ സൾഫൈഡ് കണ്ടല്ലോ, H2S, ഹൈഡ്രജൻ സൾഫൈഡ് പ്ലസ് ഇതേതാണ് SO2, സൾഫർ ഡയോക്സൈഡ്. ഇവർ തമ്മിൽ പ്രവർത്തിച്ചാൽ നമുക്ക്
സൾഫറിൻ്റെ കൊളോയിഡ് കിട്ടും. ഇത് സൾഫറിൻ്റെ കൊളോയിഡാണ്. സൾഫറിൻ്റെ കൊളോയിഡാണ്. ഹൈഡ്രജൻ സൾഫൈഡിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. ഹൈഡ്രജൻ സൾഫൈഡിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. ഓക്സിഡേഷൻ നടന്ന് സൾഫറിൻ്റെ സോൾ കിട്ടി, അതായത് കൊളോയിഡ് കിട്ടി. ഇത് ഓക്സിഡേഷൻ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കിക്കോളൂ. ഗോൾഡ് ക്ലോറൈഡ്. ഗോൾഡ് ക്ലോറൈഡിന് റിഡക്ഷൻ സംഭവിച്ച് ഗോൾഡ് കൊളോയിഡായിട്ട് മാറും. ഗോൾഡ് ക്ലോറൈഡിന് റിഡക്ഷൻ സംഭവിച്ച് ഗോൾഡിന്റെ കൊളോയിഡായിട്ട് മാറുന്നു. ഇതാണ് ഗോൾഡിന്റെ കൊളോയിഡ്. റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? HCHO, ഇതിനെ വിളിക്കുന്ന പേര് മെഥനാൽ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് എന്ന് വിളിക്കാം. ഫോർമാൽഡിഹൈഡ് അതിന്റെ അക്യസ് സൊല്യൂഷനാണ്, അതുകൊണ്ടാണ് വാട്ടർ എന്ന് എഴുതിയത്. അപ്പോൾ ഗോൾഡ് ക്ലോറൈഡ് പിന്നെ അക്യസ് സൊല്യൂഷൻ ഓഫ് മെഥനാൽ, ഇവരെ തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ ഗോൾഡ് ക്ലോറൈഡിന് റിഡക്ഷൻ സംഭവിച്ച് ഗോൾഡിന്റെ കൊളോയിഡായിട്ട് മാറും, ഗോൾഡ് സോളായിട്ട് മാറും. ബൈ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? HCOOH, ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെഥനോയിക് ആസിഡ് എന്ന് വിളിക്കാം, പ്ലസ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇത് റിഡക്ഷനാണ്. ഇനി അടുത്തത് ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് എന്നുള്ള പേര് വിളിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അല്ലേ, അയേണിന്റെ കൂടെയുള്ള ക്ലോറിൻ ഹൈഡ്രജന്റെ കൂടെ പോയി. അല്ലേ, അയേണിന്റെ കൂടെയുള്ള ക്ലോറിൻ ഹൈഡ്രജന്റെ കൂടെ HCl ആയിട്ട് മാറി. ഇവിടെ വെള്ളത്തിലെ OH അയേണിന്റെ കൂടെ പോയി. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ കിട്ടി. ഇതാണ് ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ കൊളോയിഡ്. അപ്പോൾ വെള്ളം ചേർക്കുന്ന റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഹൈഡ്രോളിസിസ് എന്ന് വിളിച്ചത്. ഇതിനെ ഡബിൾ ഡീകമ്പോസിഷൻ ആയിട്ടും പരിഗണിക്കാം. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് മുഖേന നമുക്ക് കൊളോയിഡ്സ് ഉണ്ടാക്കാം. ഇക്വേഷൻസ് ഒരു 10 തവണ എഴുതി പഠിക്കണം. ഏതൊക്കെയാണ്? ഡബിൾ ഡീകമ്പോസിഷൻ കൊണ്ട് നമുക്ക് കൊളോയിഡ് ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടായ കൊളോയിഡ് ഇതാണ്, ആർസീനിയസ് സൾഫൈഡ്. ഓക്സിഡേഷൻ നടന്നാൽ കൊളോയിഡ് ഉണ്ടാവും. H2S ഓക്സിഡേഷൻ സംഭവിച്ചു, സൾഫറിന്റെ കൊളോയിഡ് ഉണ്ടായി. ഇതാണ് സൾഫറിന്റെ കൊളോയിഡ്, സൾഫർ സോൾ എന്ന് വിളിക്കും. ഗോൾഡ് ക്ലോറൈഡിനെ റെഡ്യൂസ് ചെയ്താൽ ഗോൾഡ് സോൾ കിട്ടും. ഗോൾഡ് ക്ലോറൈഡ് AuCl3, ഗോൾഡ് ക്ലോറൈഡിനെ റെഡ്യൂസ് ചെയ്താൽ ഗോൾഡ് സോൾ കിട്ടും. ഉപയോഗിക്കുന്ന ഏതാണ്? മെഥനാലും വാട്ടറും. ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. ഇത് റിഡക്ഷൻ എക്സാമ്പിളാണ്. ഇനി ഹൈഡ്രോളിസിസ്, ഇതിനെ ഡബിൾ ഡീകമ്പോസിഷൻ ആയിട്ടും കരുതാം. ഫെറിക് ക്ലോറൈഡിലേക്ക് വാട്ടർ ചേർത്താൽ, ഹോട്ട് വാട്ടർ ചേർക്കുമ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന കൊളോയിഡ് കിട്ടും. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് നമുക്ക് കൊളോയിഡ്സ് ഉണ്ടാക്കാം. ഏതൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്? ഡബിൾ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്. ഓക്കെ, അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡ് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡാണ്. അതിനെ വിളിക്കുന്ന ഒരു പ്രത്യേക പേരുണ്ട്, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഇതിലെ പോയിന്റുകൾ നോക്കാം. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ഡിസ്പേർഷൻ ആസ് വെൽ as കണ്ടൻസേഷൻ. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വിവരിക്കാം. അപ്പോൾ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, കണ്ടൻസേഷൻ. മെറ്റൽ കൊളോയിഡുകളെ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത്. സ്വർണത്തിൻ്റെ കൊളോയിഡ്, സിൽവറിൻ്റെ കൊളോയിഡ്, പ്ലാറ്റിനത്തിൻ്റെ കൊളോയിഡ് എല്ലാം ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷൻസ് ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ കൊളോയിഡൽ സോൾസ് ഓഫ് മെറ്റൽസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്.
മെറ്റൽ കൊളോയിഡുകളെ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് മെത്തേഡാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. മെറ്റൽ കൊളോയിഡുകളെ നിർമ്മിക്കാൻ പറ്റിയ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, നമുക്കൊരു ഡയഗ്രാം കാണാം. ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡിസ്പേർഷൻ മീഡിയം. നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡിസ്പേർഷൻ മീഡിയം. ഈ ഇലക്ട്രോഡ് വേണമെങ്കിൽ സ്വർണ്ണമാണെന്ന് കരുതിക്കോളൂ. ഈ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് സ്വർണ്ണമാണെന്ന് കരുതാം, അല്ലെങ്കിൽ വെള്ളി, അല്ലെങ്കിൽ ഇരുമ്പ്, ഏതെങ്കിലും മെറ്റൽ ഇലക്ട്രോഡ് സ്വർണ്ണമാണെന്ന് കരുതിക്കോളൂ. നമ്മൾ സ്വർണത്തിന്റെ കൊളോയിഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. സ്വർണത്തിന്റെ കൊളോയിഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയം എടുക്കണം. പിന്നെ സ്വർണത്തിന്റെ ഇലക്ട്രോഡ് എടുത്തു. ഈ താഴെ ഐസ് ബാത്ത് വെച്ചിട്ടുണ്ട്. ഐസ് ബാത്ത് എന്തിനാണ്? ഈ എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ ധാരാളം ചൂട് പ്രൊഡ്യൂസ് ചെയ്യും, അതിഭയങ്കരമായ ചൂട് പ്രൊഡ്യൂസ് ചെയ്യും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസ് ബാത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ്? ഒരു ഹൈ പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ ഇലക്ട്രോഡ്സിന്റെ ഇടയ്ക്ക് ഒരു ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്വർണത്തിന്റെ ഇലക്ട്രോഡ് വേപ്പറൈസ് ചെയ്യും. അതാണ് ഡിസ്പേർഷൻ. സ്വർണത്തിന്റെ ഇലക്ട്രോഡ് വേപ്പറൈസ് ചെയ്യും, അതാണ് ഡിസ്പേർഷൻ. ഈ വേപ്പർ വന്ന് എവിടെ അടിഞ്ഞുകൂടും? ഡിസ്പേർഷൻ മീഡിയത്തിൽ വന്ന് കണ്ടൻസ് ചെയ്യും. ഇപ്പൊ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്. മെറ്റൽ ഇലക്ട്രോഡുകൾ വേപ്പറൈസ് ചെയ്യും. ഈ വേപ്പർ വന്ന് ഡിസ്പേർഷൻ മീഡിയത്തിൽ കണ്ടൻസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കൊളോയിഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്വർണത്തിന്റെ ഇലക്ട്രോഡ് വേപ്പറൈസ് ചെയ്യും. ആ വേപ്പർ വന്ന് ഈ ഡിസ്പേർഷൻ മീഡിയത്തിൽ കലരും. ഒരു സ്റ്റെബിലൈസറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം ഇത് ലയോഫോബിക് കൊളോയിഡാണ്. സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഡിസ്പേർഷൻ മീഡിയത്തിൽ സ്റ്റെബിലൈസർ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ചിത്രം വരച്ചെടുക്കണം. ഇനി ഈ പോയിന്റ് നോക്കൂ. An electric arc is struck between electrodes of the metals immersed in the dispersion medium. ഡിസ്പേർഷൻ മീഡിയത്തിൽ വെച്ചിട്ടുള്ള ഇലക്ട്രോഡ്സിന്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് ആർക്ക് നമ്മൾ സ്ട്രക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുക. എന്താണ് സംഭവിക്കുക? ദ ഇൻറ്റൻസ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വേപ്പറൈസസ് ദ മെറ്റൽ. നല്ലവണ്ണം ചൂടുണ്ടാവും. ഈ ചൂടാണ് മെറ്റലിനെ വേപ്പറൈസ് ചെയ്യുന്നത്. വിച്ച് ദെൻ കണ്ടൻസസ് ഇൻ ഡിസ്പേർഷൻ മീഡിയം ടു ഫോം കൊളോയിഡ്. ഇപ്പം മെറ്റൽ വേപ്പറൈസ് ചെയ്യുന്നു, അതിനുശേഷം അത് ഡിസ്പേർഷൻ മീഡിയത്തിൽ കണ്ടൻസ് ചെയ്യുന്നു. ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ അല്ലേ, എ ഹൈ പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. എ ഹൈ പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ദ മെറ്റൽ വേപ്പറൈസസ് and condenses into dispersion medium. The metal vaporizes and condenses into dispersion medium. ഇതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. അല്ലേ, ഒന്നും കൂടെ പറയാം. എ ഹൈ പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുക. ദ മെറ്റൽ വേപ്പറൈസസ്, അല്ലേ, ഈ മെറ്റൽ വേപ്പറൈസ് ചെയ്യുന്നു. ആൻഡ് കണ്ടൻസസ് ഇൻ ടു ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയത്തിൽ കണ്ടൻസ് ചെയ്യുന്നു. ഒന്നുകൂടി നല്ല രീതിയിൽ എഴുതിയത് മാത്രം. കഴിയുമെങ്കിൽ ഇതുപോലെ പഠിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചുരുക്കി എഴുതിയാലും മതി. ഓക്കെ, ഇതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡാണ്. കൊളോയിഡ് നിർമ്മിക്കാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്. അതിനെയാണ് പെപ്റ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. പെപ്റ്റൈസേഷൻ. ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കി മാറ്റാം. ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കി മാറ്റാം. ഇതിനെയാണ് പെപ്റ്റൈസേഷൻ എന്ന് പറയുന്നത്. ഒരല്പം ഇലക്ട്രോലൈറ്റ് ചേർത്തിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റ്, എ ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൊളോയിഡ് by the addition of a small amount of electrolyte. Okay, peptization is the process of converting a freshly prepared precipitate into a colloidal solid by shaking it with dispersion medium in the presence of a small amount of electrolyte. വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്?
A freshly prepared precipitate is converted into colloidal solution. This is known as peptization. Precipitate colloid ആയി മാറുന്നു. Precipitate colloid ആയി മാറുന്നു. Precipitate colloid ആയി മാറുന്നു. ഇതിനെയാണ് peptization എന്ന് പറയുന്നത്. Peptization is the process of converting a freshly prepared precipitate into a colloidal solution, into a colloidal solid, by shaking it with dispersion medium in the presence of a small amount of electrolyte. ഈ ഇലക്ട്രോലൈറ്റിനെ വിളിക്കുന്ന പേര് പെപ്റ്റൈസിങ് ഏജന്റ് എന്നാണ്. പെപ്റ്റൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് പെപ്റ്റൈസിങ് ഏജന്റ്. The electrolyte used in peptization is known as peptizing agent. ഇനി കുറച്ചുകൂടെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ. പെപ്റ്റൈസേഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രസിപ്പിറ്റേറ്റ് ഇലക്ട്രോലൈറ്റിലെ അയോണിനെ അഡ്സോർബ് ചെയ്യുക. പ്രസിപ്പിറ്റേറ്റ് ഇലക്ട്രോലൈറ്റിലെ അയോണിനെ അഡ്സോർബ് ചെയ്യുന്നു. ഒന്നുകിൽ പോസിറ്റീവ് അയോണിനെ അഡ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് അയോണിനെ അഡ്സോർബ് ചെയ്യും. ഒരേ തരം ചാർജുകൾ അടുത്തടുത്ത് വന്നാൽ അവർ തമ്മിൽ റിപ്പൽ ചെയ്യും. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് പൊട്ടി 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 അല്ലേ ചെറുതാവും. അങ്ങനെയാണ് കൊളോയിഡ്സ് ഉണ്ടാവുക. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ചാർജ് അഡ്സോർബ് ചെയ്യും, ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. ഒരേ തരം ചാർജ് ആയതുകൊണ്ട് പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? പൊട്ടി പൊട്ടി കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഡ്യൂറിങ് പെപ്റ്റൈസേഷൻ the precipitate adsorbs one of the ions. The precipitate adsorbs one of the ions. ഏതെങ്കിലും ഒരു അയോണിനെ, ഒന്നുകിൽ പോസിറ്റീവിനെ അല്ലെങ്കിൽ നെഗറ്റീവിനെ അഡ്സോർബ് ചെയ്യും ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഓൺ ഇറ്റ്സ് സർഫേസ്. അപ്പോൾ എന്താ സംഭവിക്കുക? This causes development of positive or negative charge on precipitates. പ്രസിപ്പിറ്റേറ്റിൻ്റെ മേലെ പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ വരും, which ultimately breaks up into smaller particles of the size of a colloid. അങ്ങനെ ആ പ്രസിപ്പിറ്റേറ്റ് പൊട്ടി എന്തായി മാറി? കൊളോയിഡിനെ പോലെയായിട്ട് മാറും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷന് 3 മെത്തേഡുകളുണ്ട്. ഒന്ന് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡിൽ ഏതൊക്കെ വരാം? ഡബിൾ ഡികമ്പോസിഷൻ വരാം, ഓക്സിഡേഷൻ വരാം, റിഡക്ഷൻ വരാം, ഹൈഡ്രോളിസിസ് വരാം. ആ ഇക്വേഷൻസ് പഠിക്കണം. മറ്റൊന്ന് മെറ്റൽ കൊളോയിഡുകളെ നിർമ്മിക്കാനുള്ള മാർഗമാണ് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര്. മൂന്നാമത്തെ മെത്തേഡാണ് പെപ്റ്റൈസേഷൻ. ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പെപ്റ്റൈസേഷൻ. ഓക്കെ, ഇതോടുകൂടി കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ തീർന്നു. ബാക്കി അടുത്ത ക്ലാസ്.